തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി മാഷിനി യാത്ര തുടങ്ങുകയാണ്. സംസ്ഥാനതല മാഷുടെ പര്യടനം ആരംഭിക്കാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ സംസ്ഥാന പ്രാധാന്യത്തേക്കാൾ ദേശീയ പ്രാധാന്യമാണുള്ളത്. ഈ ദേശീയ പോരാട്ടത്തിൽ കേരളത്തിന് നൽകാനുള്ള കോൺട്രിബ്യൂഷൻ, മൊത്തം ഇടത് പ്ലാറ്റ്ഫോമിന്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിന് നൽകാനുള്ള സംഭാവനയെക്കുറിച്ച് മാഷ എങ്ങനെയാണ്? ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ ദിശാബോധത്തോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ കൂടുതൽ ഇടതുപക്ഷ എം പിമാരുണ്ടാവണം എന്നതാണ് ദേശീയ രാഷ്ട്രീയം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എം പിമാരെ ഡൽഹിയിലേക്ക് അയക്കാൻ സാധിക്കുക. വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന് ഇപ്പോഴും ഉള്ളത്. ആ വളരെ പ്രധാനപ്പെട്ട പോരാട്ടത്തിൽ BJPയെ താഴെ ഇറക്കുക, ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സംവിധാനം ഇന്ത്യൻ ഭരണ സംവിധാനത്തിലേക്ക് വരിക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉദ്ദേശിക്കുന്ന ഈ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയായ രീതിയിൽ BJPയെ തോൽപ്പിക്കാൻ ഓരോരോ മണ്ഡലടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായി BJP വിരുദ്ധ വോട്ടുകളെല്ലാം ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക, അല്ലെങ്കിൽ ഓരോരോ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരവസ്ഥ വന്നാൽ BJPയുടെ ചിത്രം മാറും. ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ നിലവിലെ മോഡിയുടെ സർക്കാരിൻ്റെ ഒരു തുടർച്ച ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു മുന്നണിയായി മാറിയോ? അതിൽ ഒരു മുന്നണി എന്ന രീതിയിൽ മാത്രമല്ല ഞാനതിനെ കാണുന്നത്, ഒരു വലിയ സംവിധാനമാണ്. വിശാലമായ രാഷ്ട്രീയ ഏതെങ്കിലും ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുക, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് നിശ്ചയിച്ചു കൊണ്ടൊന്നും പോകാൻ സാധിക്കുന്നതല്ല മുന്നണിയല്ല അത്. നേരെ മറിച്ച് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ AAPയുമായിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് ഡൽഹിയിൽ ഐക്യമുണ്ടായി, മറ്റു ചില സംസ്ഥാനങ്ങളിലും ഐക്യമുണ്ടായി. അവർ തന്നെ തീരുമാനിച്ചു പഞ്ചാബിൽ നമുക്ക് പരസ്പരം മത്സരിക്കാം. അതേപോലെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, UPയിൽ ഇപ്പോൾ SP-യുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐക്യ രൂപം കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷേ UP ആണല്ലോ സാധാരണ ഏറ്റവും വലിയൊരു ഹിന്ദി ഒരു ഹൃദയഭൂമിയാണ് ഇന്ത്യയുടെ. ഏറ്റവും കൂടുതൽ MPമാരുള്ള ഒരു സംസ്ഥാനമാണ്. 80 സീറ്റ്. അതെ, 80 സീറ്റുള്ള സംസ്ഥാനം. അവിടെ ഈ കോൺഗ്രസും BSPയും തമ്മിൽ അവസാന ഘട്ടത്തിലാണെങ്കിൽ ഒരു ധാരണയിലേക്ക് പോകുന്നത്, അതിനെ എങ്ങനെയാണ് മാഷ് കാണുന്നത്? അത് ദേശീയ രാഷ്ട്രീയത്തിൽ അവിടെ കോൺഗ്രസ്, SP, BSP തുടങ്ങിയിട്ടുള്ള പാർട്ടികളെല്ലാം കൂടി ചേർന്ന് മുമ്പോട്ടേക്ക് വന്നാൽ ഈ 80 സീറ്റിലെ മഹാഭൂരിപക്ഷം സീറ്റും BJP ജയിക്കുന്ന സീറ്റാണല്ലോ വജ്രവാശം. ആ സീറ്റ് കിട്ടില്ല, വലിയ രീതിയിൽ എണ്ണം കുറയും. അപ്പോൾ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും വർഗീയ നിലപാടിനെതിരായിട്ട് അതിശക്തിയായ ഒരു മതനിരപേക്ഷ ഉള്ളടക്കം രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോയാൽ വലിയ സാധ്യതയാണ് UPയിൽ ഉൾപ്പെടെ ഉണ്ടാകുക. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം ഉയർന്നൊരു പ്രശ്നമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ആണല്ലോ BJP കൂടുതൽ ശക്തമായുള്ളത്. അവിടെ മത്സരിക്കാതെ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നത് ഈ പറയുന്ന എല്ലാ ധാരണയും അട്ടിമറിക്കലായി മാറില്ലേ? അല്ല, ഏതെങ്കിലും ഒരു മത്സരം കൊണ്ട് മാത്രം അട്ടിമറിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ BJPയെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയത്തിൻ്റെ കുന്തമുനയായിട്ട് നിലകൊള്ളേണ്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിലാണോ മത്സരിക്കേണ്ടത്, അല്ല UPയിലാണോ, അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയുടെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. ഒന്ന് ഞാൻ ഇടപെടുകയാണ്, കാരണം കുറച്ചുകൂടി വ്യക്തത ഇതിൽ വരേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ പോരാട്ടം LDFും UDFും തമ്മിലാണ്. എന്നാൽ അതേ സമയത്ത് BJPക്കെതിരെ വലിയൊരു പോരാട്ടം നടത്തേണ്ട മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവ് ഈ BJP ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ കേരളത്തിലേക്ക് മത്സരിക്കുമ്പോൾ അത് കേരളത്തിലെ UDF LDF മത്സരം പോലെയല്ലോ, അതിന് ഒരു ദേശീയ മാനമുണ്ടല്ലോ. അപ്പോൾ ഇത്തവണയെങ്കിലും ഇന്ത്യ മുന്നണി രൂപപ്പെട്ട സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിലേക്ക് മത്സര കേന്ദ്രം മാറ്റേണ്ടതല്ലേ മാഷേ? അല്ല, മാറ്റുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. അതിനൊരു രാഷ്ട്രീയമാണ്, ഒരു മുന്നണി രാഷ്ട്രീയ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് ഹിന്ദി ബെൽറ്റിലെ BJP കേന്ദ്രങ്ങളിൽ അവർക്ക് സ്വാധീനം തെളിയിക്കാൻ സാധിക്കുന്ന രീതിയിൽ മത്സരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ ഉചിതമായ സമീപനം. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. പക്ഷേ നമുക്ക് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരാം. കാരണം കേരളമാണല്ലോ ഇടത് മുന്നണിക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിന് കൂടുതൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കാൻ പറ്റുന്നത്. ഇപ്രാവശ്യത്തെ CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ഏത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കും
ഒരു വളരെ കൃത്യമായ ഒരു ഹോംവർക്കുള്ള നല്ല രാഷ്ട്രീയ ഗൃഹപാഠം നടത്തിയ ഒരു പട്ടികയാണ്, പ്രത്യേകിച്ച് CPIM-ൻ്റെയും അതുപോലെ CPI-യുടെയും മൊത്തം ഇടതുപക്ഷ മുന്നണിയുടെ പട്ടികയ്ക്ക് അതിൻ്റെ ഉള്ളടക്കത്തിന് കുറേ സന്ദേശങ്ങളുണ്ട്. എന്തായിരുന്നു ഇതിന് പുറകിലുള്ള ഒരു ഹോംവർക്ക്? ഇതിനുള്ള മാനദണ്ഡം എന്തായിരുന്നു? അല്ല, ഞങ്ങളിതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഇന്ത്യൻ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കണമോ അല്ല ഫാസിസ്റ്റ് ഇന്ത്യയിലേക്ക് കാലുമാറണമോ എന്നുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ ഉറച്ച നിലപാടാണ്. BJPയെ തോൽപ്പിക്കണം, മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം സംരക്ഷിക്കണം. ആ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രമുഖരായ പാർട്ടി നേതാക്കളെ ഡൽഹിയിലേക്ക് അയക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി നിർണയം വേണം എന്ന് ഞങ്ങൾ കണ്ടതാണ്. ഇത് ദേശീയ തലത്തിൽ പാർട്ടി PB തലത്തിൽ തീരുമാനമെടുത്താണോ? കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്നു, പാർട്ടി ജില്ലാ സെക്രട്ടറി PV മെമ്പർമാർ മത്സരിക്കുന്നു. PV മെമ്പർമാർ അത് അത്തരമൊരു നിലപാടെടുത്തത് എങ്ങനെയാണ് ശരിക്കും? അല്ല, എല്ലാ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളും നേതൃത്വവും അത് മേലെ തുടങ്ങി താഴെ വരെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ മത്സരത്തിൽ. 15 മണ്ഡലത്തിൽ ഞങ്ങളും 4 മണ്ഡലത്തിൽ CPI-യും 1 മണ്ഡലത്തിൽ കേരള കോൺഗ്രസും നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാവരും. സംഘടനാപരമായി ഇത് എങ്ങനെയെങ്കിലും ബാധിക്കും? ജില്ലാ സെക്രട്ടറിമാരൊക്കെ മത്സരത്തിന് പോയാൽ സംഘടനാപരമായിട്ട് ഒരു കാര്യത്തിലൊന്നും ബാധിക്കില്ല. ഇപ്പോൾ കാസർഗോഡായാലും കണ്ണൂരായാലും തിരുവനന്തപുരത്തായാലും നമ്മുടെ ജില്ലാ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്ന സഹാക്കൾ ഇപ്പോഴും മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഞങ്ങളവിടെ തീരുമാനിക്കുന്നത് അവിടെ ആക്ടിംഗ് സെക്രട്ടറിമാരായിട്ടുള്ള സഹാക്കളെയാണ് തീരുമാനിക്കുക. ഈ ആക്ടിംഗ് സെക്രട്ടറിമാരെ എപ്പോഴേക്ക് തീരുമാനിക്കും? അത് അടുത്ത കമ്മിറ്റിയോടുകൂടി തീരുമാനിക്കും. ഈ സമയത്ത് സർക്കാരിനെതിരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പെൻഷൻ മുടങ്ങിയത്, മാവേലി സ്റ്റോറിൽ അരിയില്ല. ഇത് സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു എതിർപ്പ് സർക്കാരിന് ഇടതുമുന്നണിക്ക് വിളിച്ചു വരുന്നതല്ലേ? പെൻഷൻ മുടങ്ങി, മാവേലി സ്റ്റോറിൽ പെൻഷൻ മുടങ്ങി എന്നുള്ളതെല്ലാം വളരെ വസ്തുതയാണ്. ഞങ്ങളതിൽ കാണുന്നത് എന്തുകൊണ്ട് മുടങ്ങി. കഴിഞ്ഞ 7 കൊല്ലക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന 1,07,500 കോടി ഉറുപ്പിക തന്നില്ല. കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. തന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് നൽകിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം കേരളം നൽകേണ്ടുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, മാവേലി സ്റ്റോറിൽ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട കാര്യത്തിൽ ഒക്കെ ചിലവാക്കേണ്ട പണമല്ലേ? എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് നേരത്തെ നവകേരള പറഞ്ഞു കഴിഞ്ഞതാണ്. ആ പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായി ജനങ്ങൾ അണിനിരത്തുക എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ്, സമീപനം തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമത്തോടെയാണ് ജനങ്ങൾ. ആ വിഷമത്തോടെ പോയി BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസ് ഇവർക്ക് അനുകൂലമാണ്. ഇതിപ്പോൾ BJPൻ്റെ മാത്രം പ്രശ്നമല്ല. ഇവിടെ കേരളത്തിലെ 18 MP-മാരുണ്ടായിരുന്നു. ആ 18 MP-മാരും അവിടെ പോയിട്ട് കേരളത്തിനെതിരായി പ്രസംഗിക്കുന്നതല്ലാതെ ഈ കേരളത്തെ ഇത്തരത്തിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ഉളവാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ഒരു അക്ഷരം പറയാൻ ഈ MP-മാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ പരിമിതിയിൽ നിന്നുകൊണ്ടും ഈ മുടങ്ങിയ പെൻഷനിൽ കുറച്ച് ഗഡുവെങ്കിലും നൽകാൻ സർക്കാർ തയ്യാറാവും? ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയേണ്ടത്, പൈസ കിട്ടുന്ന ഘട്ടത്തിൽ അപ്പോൾ കൊടുക്കും. പൈസ ഇല്ലാതെ അവരെ കൊടുക്കാൻ പറ്റില്ലല്ലോ. കടം വാങ്ങിയെങ്കിലും കൊടുക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ പെൻഷൻ മുടങ്ങിയത് പ്രതിപക്ഷവും BJPയും സർക്കാരിനെതിരെ ഒരു പ്രധാന ആയുധമാക്കിയാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? ആയുധമെല്ലാം മൊനയില്ലാത്ത ആയുധമായിരിക്കും. കാരണം ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മുടങ്ങുന്നത്, എന്തുകൊണ്ടാണ് കൊടുക്കാനാവാത്തത്, എന്തുകൊണ്ടാണ് വികസന പ്രവർത്തനത്തിന് ചിലവാക്കേണ്ടുന്ന ഈ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക ഞങ്ങൾക്ക് തരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കൃത്യമായ ധാരണയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ ഞാൻ ഇടപെട്ട് ചോദിക്കുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം K. മുരളീധരനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പെൻഷൻ മുടങ്ങിയിട്ടും പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ലീഡുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ്? ഞാൻ ഈ പറഞ്ഞതാണ് രാഷ്ട്രീയം. അതായത് പെൻഷൻ മുടക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ രാഷ്ട്രീയത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുമെന്ന് ജനങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അതാണ് 5 സീറ്റ് മാത്രം ഉണ്ടായിരുന്നത് 10 സീറ്റ് ഇരട്ടി സീറ്റ് കിട്ടി. കോൺഗ്രസും തോറ്റു, BJPയും തോറ്റു.